ഹലോ, എല്ലാവർക്കും യൂട്യൂബ് സൊല്യൂഷൻ എന്ന എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്പനയിൽ കണ്ട അത് തന്നെ ഒരു 100K മുകളിൽ സബ്സ്ക്രൈബേഴ്സും 4000 വാച്ചിങ് അവർ ആക്കി നിങ്ങളെ ചാനൽ മോണിറ്റൈസേഷൻ ആക്കി നിങ്ങളുടെ കൈകളിലേക്ക് തരുന്ന ഒരു പ്രക്രിയ. ഇതാണ് കേവലം 21 ദിവസം കൊണ്ട് എങ്ങനെ എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. ഇപ്പോൾ ഇത് ഒരു സത്യം പറഞ്ഞാൽ നമുക്ക് വ്യൂവേഴ്സ് വളരെ കുറച്ച് ആളുകളിലേക്കാണ് ഈ ഒരു സംഭവം ഇപ്പോൾ എത്തിപ്പെടുന്നത്. കാരണം യൂട്യൂബുകാർക്ക് വേണ്ടി ഞങ്ങൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ ഇടുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു ചാനൽ തുടക്കം കൊണ്ടാകാം, അല്ലെങ്കിൽ എൻ്റെ ഫേസ് അത്ര ഫെമിലിയർ അല്ലാത്തത് കൊണ്ടാകാം, എനിക്കിങ്ങനെ ഒരു കോള് വരികയാണ്. കോള് വന്നിട്ട് എന്നോട് അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ ചാനൽ വളരെ ചെറിയ ചാനലാണ്, യൂട്യൂബിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അറിയുന്ന വ്യക്തിയാണല്ലോ നിങ്ങൾ, പക്ഷേ നിങ്ങളെ ചാനൽ റീച്ച് ആവുന്നില്ലല്ലോ. ഞങ്ങൾ ഇത്ര 21 ദിവസം കൊണ്ട് 100K മുകളിലുള്ള ആൾക്കാർ സബ്സ്ക്രൈബേഴ്സ് ആക്കി തരാം, 4000 വാച്ചിങ് അവർ ആക്കി തന്ന് നിങ്ങൾക്ക് തരാം എന്നുള്ളത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങളും ശ്രദ്ധിക്കുക, നിങ്ങൾക്കും ഇതുപോലെയുള്ള കോളുകൾ നിർബന്ധമായിട്ടും ഇനി വരാൻ സാധ്യതയുണ്ട്. പുതിയ തരം ഒരു തട്ടിപ്പ് യൂട്യൂബിൽ ഇപ്പോൾ പുതിയത് വന്നിട്ടുള്ളതാണ്. ഇവർ ഒരു നമ്പറിൽ നിന്ന് ആദ്യം വിളിച്ചു, ആദ്യം നമ്മളുമായിട്ട് ആദ്യം ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കിയെടുക്കലാണ്. പിന്നീടാണ് ഇവരുടെ ആവശ്യം പറയുന്നത്. ഇങ്ങനെയാണ്, നിങ്ങൾക്ക് അത്യാവശ്യം നമ്മളെ അങ്ങോട്ട് മുകളിലേക്ക് കയറ്റി വെക്കും. അതായത് ഇവർ അത്യാവശ്യം നമ്മളൊന്ന് പുകഴ്ത്തും. നിങ്ങൾ യൂട്യൂബിനെ കുറിച്ച് വളരെ അറിവുള്ളവരാണ്, അല്ലെങ്കിൽ നമ്മൾ എന്ത് കണ്ടന്റാണോ ഇടുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ വളരെ അറിവുള്ളവരാണ്, നിങ്ങൾ പണ്ട് കലാഭവമണി പറഞ്ഞ പോലെ നിങ്ങൾ ഇവിടെയൊന്നും നിൽക്കേണ്ടവരല്ലേ, വളരെ ലോ ലെവലിൽ നിൽക്കേണ്ടവരാണ് എന്നുള്ള ആ ഒരു ടൈപ്പിലായിരിക്കും ഇവർ സംസാരിക്കുക. അപ്പോൾ നിങ്ങൾ വളരെ ഉയരത്തിൽ നിൽക്കേണ്ട ആൾക്കാരല്ലേ, അതുകൊണ്ട് നിങ്ങളെ അങ്ങനെ ആക്കാം, ഇങ്ങനെ ആക്കാം, ചെറിയൊരു എമൗണ്ട് പേ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനൽ വളരെ വളരെ ഉയരത്തിൽ എത്തിക്കാം, 21 ദിവസം കൊണ്ട് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ചാനൽ ഇങ്ങനെ അതെ, എൻ്റെ ചാനൽ 4 വർഷമായിട്ടും ഒന്നും നടക്കാതിരിക്കുന്ന ഒരു ചാനലായിരുന്നു. ഞാൻ എൻ്റെ ജോലിയുടെ ഭാഗമായി വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അവിടെ വെച്ച് ഞാനൊരു വലിയൊരു യൂട്യൂബ് എൻ്റെ ആൾക്കാരെ കണ്ടുമുട്ടി. യൂട്യൂബിൻ്റെ വലിയ ആൾക്കാരെന്നാണ് എന്നോട് പറഞ്ഞത് കേട്ടോ. യൂട്യൂബിൻ്റെ വലിയ ആൾക്കാരുമായി കണ്ടെത്തി, അങ്ങനെ അവരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യാൻ ആരംഭിച്ചു. എൻ്റെ ചാനലൊക്കെ റീച്ചായി, അങ്ങനെയായി. ഇപ്പോൾ എൻ്റെ വർക്ക് ഇതാണ്, ഇങ്ങനെയുള്ള ചാനലുകൾ കണ്ടെത്തിയിട്ട് അവർക്ക് ഇത് ചെയ്തു കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അയാളുമായിട്ട് ഞാൻ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്തത് ഞാൻ സ്ക്രീൻ റെക്കോർഡായിട്ട് ഇടാം. അപ്പോൾ അതിൽ അവർ പറയാം, അങ്ങനെ അത്യാവശ്യം നമ്മുടെ വിശ്വാസം കണ്ടെത്തിയതിന് ശേഷം ഞാൻ ഏതുവരെ പോകും എന്ന് നോക്കാൻ വേണ്ടി അവരുമായിട്ട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ ചോദിച്ചു, ഞങ്ങൾ പലർക്കും ചെയ്ത് കൊടുത്തിട്ടുണ്ട്, പല ഫിലിം ആക്ടേഴ്സിനും ചെയ്ത് കൊടുത്തിട്ടുണ്ട് പറഞ്ഞാൽ അവരുടെ ചാനലിൻ്റെ ലിങ്കൊക്കെ നമുക്കിങ്ങനെ അയച്ചു തരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾ ഒരു 4 വർഷമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ചാനലുണ്ടായിരുന്നല്ലോ, ആ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരാൻ പറ്റുമോ എന്നുള്ളത്. അത് മാത്രമേ ഇവർ അയച്ചു തരുന്നില്ല. ബാക്കിയുള്ള, അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറയുമോ നിങ്ങൾ വളരെ. അപ്പോൾ ഞാൻ ചോദിച്ചു, ഓക്കെ എത്രയാണ് ഈ എമൗണ്ട്? അപ്പോൾ അവർ പറഞ്ഞ് 21,000 രൂപയാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ സാധാരണ വാച്ചിങ് അവർ കൂട്ടി കൊടുക്കുന്ന പോലെയല്ല, അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിനാക്കി കൊടുക്കുന്നത് പോലെയല്ല. 21 ദിവസം കൊണ്ട് നിങ്ങൾക്ക് 100K മുകളിൽ ഞങ്ങൾ സബ്സ്ക്രൈബേഴ്സിനാക്കി തരും, 4000 വാച്ചിങ് അവർ ആക്കി അത് മോണിറ്റൈസേഷൻ ആക്കി നിങ്ങളെ കയ്യിൽ തരും. ഈ വീഡിയോ ഒക്കെ ശരിക്കും കാണുന്നത് കറക്റ്റായിട്ട് ഓഡിയൻസ് ആയിരിക്കും, അല്ലാതെ നമ്മളൊരു ആപ്പിൽ ഇട്ടിട്ടൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് വളരെ ഓക്കെ. ഞാൻ പറഞ്ഞു, എമൗണ്ട് നമ്മൾ എങ്ങനെയാണ് അയക്കേണ്ടത്? ഒരു ഗൂഗിൾ പേ നമ്പർ തന്നു. ഓക്കെ, ഞാൻ പറഞ്ഞു ഗൂഗിൾ പേ നമ്പറൊക്കെ പെട്ടെന്ന് നിങ്ങൾ അക്കൗണ്ട് ത്രോ ഞാൻ അയച്ചു തരാം, പൈസ അക്കൗണ്ട് നമ്പർ അയച്ചു തരാം, അല്ലെങ്കിൽ നിങ്ങൾ അഡ്രസ്സ് തരും, ഞാൻ നേരിട്ട് വരാം. എൻ്റെ സംസാരത്തിൽ എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കണ്ടതുകൊണ്ടാകാം അവർ അവിടെ വെച്ച് അത് സ്റ്റോപ്പ് ചെയ്തു. പിന്നീട് ആ നമ്പറിലേക്ക് ഞാൻ പലവട്ടം വിളിച്ചു. അപ്പോൾ പിന്നെ ആ നമ്പർ വർക്കാവുന്നില്ല. അതായത് എൻ്റെ പോകുന്നുണ്ട്, എൻ്റെ നമ്പർ ബിസി ആക്കി വെച്ചത് 2-3 നമ്പറിലേക്ക് ഞാൻ ട്രൈ ചെയ്തു. അത് എടുക്കും ഫോൺ ഞാനാണെന്ന് അറിയുന്ന സമയത്ത് അവർ കട്ട് ചെയ്തു, അതും ബിസി ആക്കി വെക്കുന്നതാണ്. പ്രിയപ്പെട്ടവർ, ഈ ഒരു കാര്യം ഞാൻ പറയാൻ വേണ്ടി ഞാനിത് 1-2 ആൾക്കാരോട് ഡിസ്കസ് ചെയ്തപ്പോൾ, അതായത് യൂട്യൂബിൽ നിന്ന് നമ്മളോട് ഡൗട്ട്സ് ചോദിക്കാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരോട് ചോദിച്ചപ്പോൾ അവർക്കും, അതായത് ഒരു സറൗണ്ടിലുള്ള കുറച്ച് ആൾക്ക്, അപ്പോൾ എൻ്റെ ചാനൽ അവർ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയും എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ചാനലുകാരുടെയൊക്കെ അവരെ സറൗണ്ടിൽ അവരുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനെ ഒരു കോള് വന്നതായി അവർ പറയുന്നുണ്ട്. അപ്പോൾ അവർ ആവശ്യമില്ല, അതില്ല, ഇതില്ല എന്നാണ്. പിന്നെ അവർ നോക്കുന്നത് ഫിനാൻഷ്യൽ സ്ട്രെങ്ത് എങ്ങനെയാണെന്ന്, 21,000 തരാൻ താല്പര്യം ഉണ്ടോ എന്നുള്ളതാണ്. ഈ 21,000 അവരെ കയ്യിലേക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർ സക്സസ്, അവർ പിന്നെ നമ്മൾ കൂടിയിട്ട് തിരിഞ്ഞാൽ പോലും കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും.
അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ പലർക്കും ഇങ്ങനെ ഒരു കോൾ ഇനി വരാൻ സാധ്യതയുണ്ട്. അവർ ഇതിനു വേണ്ടി ഒരുപാട് സിമ്മൊക്കെ എടുത്തിട്ട് വിളിച്ച് നമ്മളെ വാട്സപ്പാണ് നമ്മൾ ആ ക്യാഷ് കൊടുത്തതിന് ശേഷം നമ്മളെ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ പിന്നീട് ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിൻ്റെ മെയിൻ നമുക്ക് എല്ലാവരും ഇപ്പോൾ പല ആൾക്കാരും പറയുന്ന പോലെ സൈബർ സെല്ലിൽ പോകാം, അവിടെ പോകാം, ഇവിടെ പോകാമെന്നൊക്കെ. സൈബർ സെല്ല് എന്നൊക്കെ പറയുന്നത് എത്രമാത്രം നമുക്ക് നമ്മളെപ്പോലുള്ളവർക്ക് ഈ ചെറിയ കാര്യങ്ങളൊക്കെ അവിടെ എത്തിപ്പെട്ട് ഇത് വിജയിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് അവിടെ അതിൻ്റെ പുറകിൽ പോയവർക്ക് അതിനെപ്പറ്റി മനസ്സിലാവും. പിന്നെ പറ്റിക്കപ്പെട്ടു, ഇനി അത് നാലാൾ അറിയാന്നുള്ളത് അതിനേക്കാളും വിഷമമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അത് മിണ്ടാതിരിക്കുകയാണ് എല്ലാവരും ചെയ്യല്. എസ്പെഷ്യലി ഇവർ ഈ ലേഡീസിനൊക്കെ കേന്ദ്രീകരിച്ചിട്ടായിരിക്കും കൂടുതൽ ഈ ഒരു ഐഡിയയുമായിട്ട് വരുന്നത്. അപ്പോൾ ഇപ്പോൾ യൂട്യൂബിൽ നടന്നുകൊണ്ടിരിക്കുന്ന പുതിയ ഒരു തരം തട്ടിപ്പിൻ്റെ ഒരു ഭാഗമാണ് ഈ ഒരു സംഭവം. 21,000 രൂപ. എന്നോട് 21,000 പറഞ്ഞത്. ഒരുപക്ഷെ വേറെ ആൾക്കാരോട് അതിന് വലിയ എമൗണ്ട് പറഞ്ഞിരിക്കാം. പിന്നെ എൻ്റെ ഫ്രണ്ടിനോട്, അതായത് ഫ്രണ്ടിൻ്റെ ചാനൽ, അവന് വിളിച്ചപ്പോൾ അവനോട് അത് തന്നെയാണ് പറഞ്ഞത്, 21,000. വേറൊരു ലേഡി ഉണ്ടായിരുന്നു, അവരോട് ചോദിച്ചു, അവരോട് 18,000 രൂപയാണ് അവരോട് പറഞ്ഞതെന്ന്. അപ്പോൾ ഓരോരുത്തരും ഒരിതനുസരിച്ച്, കാരണം ഫ്രീ ആയിട്ട് കിട്ടുന്ന എമൗണ്ടാണ്, നമ്മുടെ അത്രയും അങ്ങോട്ട് പൊക്കി വെച്ച് അവർ വിശ്വാസ്യത നേടിയെടുത്തിട്ട് എമൗണ്ട് പറഞ്ഞയക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം മാത്രം സിമ്പിളായിട്ട് മനസ്സിലാക്കുക, ഇത് പെട്ടെന്ന് ഇങ്ങനെ കയ്യിൽ കൊണ്ടുതരാൻ പറ്റുന്ന ഒരു സാധനമല്ല ഈ യൂട്യൂബും വാച്ചിങ് അവറും അതുപോലെ തന്നെ സബും ഒക്കെ എന്നുള്ളത് വ്യക്തമായൊരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാകണം. ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ എന്ത് കോളുകൾ തന്നെ വന്നാലും എന്ത് വന്നാലും ഇതൊക്കെ ഫേക്കാണ് എന്നുള്ളത് അറിയാൻ ഒന്ന് ശ്രമിക്കുക. ഇതുപോലെ തന്നെ മറ്റു പല ചാനലുകളും ഇപ്പോൾ വീണ്ടും രൂപാന്തരപ്പെട്ടിട്ടുണ്ട്. സ്വന്തമായിട്ട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ അവർ ഉണ്ടാക്കിയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വാച്ചിങ് അവർ ഉണ്ടാക്കി കളിക്കാം. നിങ്ങൾ എൻ്റെ ചാനലിൽ ചേരൂ, 500 രൂപ തന്നാൽ എൻ്റെ ചാനലിൽ നിങ്ങൾക്ക് ചേരാം, എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ചേരാം എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെയൊക്കെ ആധികാരികത എത്രമാത്രം ഉണ്ടെന്നുള്ളത് നമ്മൾ ഇതിന് മുന്നേ ഞാൻ മാത്രമല്ല, എനിക്ക് മുമ്പുള്ള യൂട്യൂബേഴ്സും പ്രബലന്മാരായ പല യൂട്യൂബേഴ്സും സംസാരിച്ച് പോയിട്ടുള്ളതാണ്. ഇങ്ങനെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളും മറ്റും. അതിപ്പോൾ 500 രൂപയെ കൊടുക്കേണ്ടുള്ളൂ. 1-2 ചാനലിൽ ഞാനൊക്കെ കണ്ടു. ഇപ്പോൾ പുതിയൊരു ട്രെൻഡായി മാറിയിട്ടുണ്ട്. അത് ഒരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് അവർ നമ്മളെ ക്ഷണിക്കുന്നു, നമ്മളെ കയ്യിൽ നിന്ന് 500 രൂപ വാങ്ങുന്നു. ഇതേപോലെ ഒരുപാട് ആൾക്കാർ, ഒരു 10-250 ആൾക്കാർ ഇതേപോലെ ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ടായിരിക്കാം. അവരുടെ കയ്യിലൊക്കെ 500 വാങ്ങിയിട്ട് നീ അവൻ്റെ വീഡിയോയും കണ്ടാവും, നിൻ്റെ വീഡിയോയും കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് ഈ അഡ്മിൻക്ക് അങ്ങോട്ട് മാറി നിൽക്കാം. അപ്പോൾ പുറത്തുനിന്ന് നോക്കിയാൽ ഫേക്കായിട്ടൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മളത് ഇൻവാലിഡ് ക്ലിക്ക് എന്ന് പറയുന്ന കഴിഞ്ഞ വീഡിയോയിൽ അതിനെപ്പറ്റി വ്യക്തമായിട്ട് നമ്മൾ സംസാരിച്ചാണ്. ഇത്തരം വീഡിയോസുകളും യൂട്യൂബിന് സംശയമുണ്ടാക്കുന്ന ഇൻവാലിഡ് ക്ലിക്ക് എന്ന് തോന്നിപ്പിക്കുന്ന ഇത്തരം വീഡിയോസുകളുടെ സാധ്യതകൾ നമ്മൾ പരിശോധിച്ചതാണ്. ഒരേ ആൾക്കാർ, നിശ്ചിത അളവിൽ ഒരേ സബ്സ്ക്രൈബേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോസ് കാണുക എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു കാര്യത്തിൽ എനിക്ക് എത്രയാണ് പറയാനുള്ളത്. പ്രിയപ്പെട്ടവരെ, എനിക്കിപ്പോൾ പറയാനുള്ളതെന്ന് വെച്ചാൽ ആർക്കും ഒന്നും ഫ്രീ കൊടുക്കാത്ത കാലമാണ് ഇപ്പോൾ. കാരണം അവരെന്തെങ്കിലും ഒന്ന് നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും. അപ്പോൾ എന്ത് തന്നെ ഫ്രീ തന്നാലും അതവരെന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിക്കുന്നുണ്ടാവും തിരിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള പല യൂട്യൂബേഴ്സ് എന്ന് പറയുന്നില്ല, ഇങ്ങനെ ഇതേപോലെയുള്ള ഫേക്കായിട്ട് വരുന്നവരും പിന്നെ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ക്യാഷ് വാങ്ങുന്നവരും അത്തരത്തിലുള്ളവരൊക്കെ എന്താണ് അതിൽ നിന്ന് സമ്പത്ത് മണി തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്, ഇൻകം തന്നെയാണ് അവരും പ്രതീക്ഷിക്കുന്നത്. പക്ഷെ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ആരെയും അധിക്ഷേപിക്കാനല്ല. അതുപോലെ വാച്ചിങ് അവർ ഇപ്പോഴും ആക്കിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ആ ചാനലിൻ്റെ സാധ്യതകളെ കുറിച്ച് സത്യസന്ധമായി ഇവിടെ കൈവച്ചുകൊണ്ട് സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സാധ്യതകളെ കുറിച്ച് അവരൊന്ന് ചിന്തിച്ചാൽ പോലും അത് ചെയ്യില്ല. അപ്പോൾ പല നല്ല യൂട്യൂബേഴ്സ് ഒന്നും ഇതുവരേക്കും ഒരിക്കലും അങ്ങനെ ചെയ്യുന്നില്ല. എടുത്തു പറയാൻ പറ്റുന്ന പല യൂട്യൂബേഴ്സും അങ്ങനെ ചെയ്യുന്നില്ല. എന്നാലോ ഇതേപോലെ തന്നെ കേരളത്തിൽ വിരലിൽ എണ്ണാവുന്ന ചില ആൾക്കാരും ഇങ്ങനെ വാച്ചിങ് അവേഴ്സ് കൂട്ടലും ഇതൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ പറയപ്പെട്ട ഞാൻ 21,000 ഒരു കേസ്, അത് പുതിയ ട്രെൻഡായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല യൂട്യൂബേഴ്സ് ഒരുപക്ഷെ ഇനി വീഡിയോ വന്നേക്കാം. എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് കൊണ്ടാണ്. പിന്നെ പലരും ഇത് ക്യാഷ് പോയവരും മിണ്ടാതിരിക്കുന്നുണ്ടാവും ഒരു പക്ഷേ. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങളിൽ ഉള്ളിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളെ ഫ്രണ്ടായിട്ടൊക്കെ ഒരാളിങ്ങനെ വലിയ കമൻസൊക്കെ വന്നതിന് ശേഷം പതുക്കെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിൽക്കുന്ന ചാനലുകാരോടാണ് ഇവർ ക്യാഷൊക്കെ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ക്യാഷ് കൊടുക്കുമ്പോൾ 100 വട്ടം ചിന്തിക്കുക. അങ്ങനെ ഒന്ന് യൂട്യൂബിൽ സത്യസംബന്ധം ഓർഗാനിക്കായിട്ട് ചാനൽ കണ്ടന്റും സബ്സ്ക്രൈബേഴ്സും വേണം എന്നുള്ളവർ ഒരിക്കലും അതിന് നിൽക്കരുത് എന്നുള്ളതാണ്. നിങ്ങളെ ക്യാഷ് കൊടുത്തതിന് ശേഷം പിന്നെ അവരെ തിരിയിട്ട് തിരഞ്ഞാൽ പോലും
കാണാൻ കിട്ടില്ല. അത്തരത്തിലാണ് ഇപ്പോൾ ഞാൻ ആ ഒരു നമ്പറിലേക്ക് ഞാനും എൻ്റെ ഫ്രണ്ടും എല്ലാവരും മാറി മാറി പല നമ്പറുകളിൽ നിന്നും വിളിച്ചു. അവൻ ഇത് സിം എൻ്റെ ഫ്രണ്ടിന് വിളിച്ചത് എൻ്റെ അതേ നമ്പറിൽ നിന്നാണ്. നേരെ മറിച്ച് ഒരു ലേഡിയുടെ കാര്യം പറഞ്ഞു, ആ ലേഡി വിളിച്ചിട്ടുള്ളത് വേറെ നമ്പറിലാണ്, ആ നമ്പർ സ്വിച്ച് ഓഫ് ആണ്. അപ്പോൾ ഒരു വർക്കിന് 21,000 കിട്ടുന്ന ഒരു വ്യക്തിക്ക് ഒരു പുതിയ സിം എടുക്കുക എന്ന് പറയുന്നത് വലിയ സംഭവമേ അല്ല അവർക്ക്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക, ഈ ഒരൊറ്റ കാര്യം മാത്രമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കൂടുതൽ വീഡിയോയുമായി അല്ലെങ്കിൽ കൂടുതൽ നല്ല കണ്ടന്റുമായിട്ട് വീണ്ടും വരാം. അതുവരെക്കും ബൈ.